എൻ്റെ ഡ്രസ്സൊക്കെ പാക്കിങ് കണ്ടിട്ട് ട്രിപ്പ് പോകാനൊന്നും ഉപയോഗിക്കേണ്ട. 5 ദിവസമായി ഹോസ്പിറ്റലിൽ വന്നിട്ട് അഡ്മിഷൻ. ഡിസ്ചാർജ് ചെയ്തതിൻ്റെ സന്തോഷമാണ്. പക്ഷേ ഡിസ്ചാർജ് ചെയ്തെന്നുണ്ടെങ്കിൽ കൈമലതേ ഈ സംഭവമുണ്ട്. 3 ദിവസം വന്ന് ഇഞ്ചക്ഷൻ അടിച്ച് പോകണം. ഇത് ഞാൻ ചോദിച്ച് വാങ്ങിച്ച സുഖമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ തിക്കും തിരക്കും വരുമ്പോൾ നമ്മളുടെ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകൾക്കുള്ള ഒരു താക്കീതാണിത്. എന്നെപ്പോലെ കുറേ ഉത്തരവാദിത്തങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ പ്രൊഫഷൻ അത് ഭയങ്കര ഭ്രാന്തായിട്ട് നടക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ സംഭവിക്കുന്ന ഒരു സംഭവം അത്. കാരണം ചിലപ്പോൾ നല്ല വർക്കിൻ്റെ സമയത്തൊക്കെ ഫുഡൊന്നും കറക്റ്റ് ടൈമിന് കഴിക്കാതെ തോന്നുന്ന സമയത്ത് തോന്നുന്ന ഭക്ഷണം കഴിച്ച് ഒരു പങ്ക്ച്വലല്ലാത്ത നമ്മളെ ലൈഫ് സ്റ്റൈലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കറക്റ്റായിട്ട് ചെയ്യും. നമ്മളെ കാര്യങ്ങൾ മാത്രം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഉപദേശിക്കാറുണ്ടായിരുന്നു എന്നോട്, ഫുഡ് കറക്റ്റ് കഴിക്കണം, വെള്ളം സമയത്ത് നല്ലോണം കുടിക്കണം. പക്ഷെ അതൊന്നും കറക്റ്റ് ചെയ്യാത്തതുകൊണ്ട് കിട്ടിയേക്കണ പണിയാണിത്. ഇപ്പോൾ ഷുഗർ ഭയങ്കരമായിട്ട് ഹൈ ആയി. അതിന് കാരണം നല്ലോണം എനിക്ക് ഫുഡിൻ്റെ പരിപാടിയാണ്. ഞാൻ കാറ്ററിംഗ് ആണ്, അല്ലെങ്കിൽ എനിക്കൊരു ഫുഡിൻ്റെ ഷോപ്പാണ്. സ്റ്റാഫ് ഉണ്ടെങ്കിലും നല്ല ചൂടത്തുനിന്ന് നമ്മൾ പണിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക്, അതായത് ടൈമിങ്ങിന് ഫുഡ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് എത്താൻ വേണ്ടി നിൽക്കുമ്പോൾ രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യും, ഉച്ചക്കലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യും. പിന്നെ അവരെ ഫീഡ്ബാക്ക് വരുന്നവരെ ഫുഡൊന്നും കഴിക്കില്ലല്ലോ ഇപ്പം. പക്ഷേ ഈ ഭയങ്കര ഒരു ക്ഷീണം തോന്നുന്ന സമയത്ത് 1 ലിറ്ററോളം ഈ സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ കുടിക്കും. പക്ഷെ അതാണ് എൻ്റെ ഷുഗർ ഇത്രയും അങ്ങനെ കീറാൻ കാരണം. പിന്നെ അതുപോലെ എനിക്ക് ബ്ലഡിൽ കൗണ്ട് ഭയങ്കര കൂടുതലാണ്. ഇതിനൊക്കെ കാരണം ചിട്ടയില്ലാത്ത ലൈഫാണ്. അതായത് മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ നമ്മളെ ലൈഫ് കറക്റ്റായിട്ട് കൊണ്ടുപോകാത്തതിനുള്ള പ്രശ്നമാണ്. ഇനി ഇത് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് തന്നെങ്കിൽ എനിക്കിത് മാറ്റി തന്നിട്ടില്ല. 3 ദിവസം ഞാൻ വന്ന് ഇവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചക്ഷൻ ചെയ്ത് എൻ്റെ കൗണ്ടിൻ്റെ വേരിയേഷൻ, ഷുഗറിൻ്റെ വേരിയേഷനൊക്കെ കറക്റ്റ് ചെയ്യണം. അപ്പോൾ എന്നെപ്പോലെ ഇപ്പോൾ എനിക്ക് എൻ്റെ വീട് നോക്കേണ്ട ഉത്തരവാദിത്തം എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ജോലിയോടുള്ള പാഷൻ ക്രൈസ് കൊണ്ടാണ് ഞാൻ. പക്ഷേ ഞാനൊരു താക്കീത് തരുന്നത്, ഒരുപാട് ആൾക്കാരെ നമുക്കറിയതുപോലെ വീട്ടുകാർ, കുടുംബത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഓർത്ത് അവരവരുടെ ലൈഫിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് നമ്മളെ ലൈഫിൽ നമ്മൾ ബോഡിക്ക് വേണ്ട പ്രോട്ടീൻ ആവട്ടെ, വൈറ്റമിൻസ് ആവട്ടെ, എന്തായാലും നമ്മൾ തന്നെ കൊടുക്കണം. ഒരു വീഴ്ച വരുമ്പോൾ ഈ 5 ദിവസം ഇവിടെ കിടന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ല. കാരണം സങ്കടമാണ്. എനിക്കിനി റിക്കവർ ചെയ്ത് പോരാൻ പറ്റുമോ, ഒരു മരിച്ച പോലെ കിടപ്പായിരുന്നു. ഇനി എനിക്ക് എന്തായാലും തിരിച്ചു വരണം. അതുകൊണ്ട് ഞാൻ ഇനി മുതൽ പങ്ക്ച്വലായി